ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ പെട്ടെന്നൊരു ലേണിംഗ് ചെയ്യാൻ കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പെന്ന് വേണം, അതുപോലെ തന്നെ 2-3 പശ വേണം. ഞാനാണ് ഈ 2 പശയാണ് എടുക്കുന്നത്. പിന്നെ 2 പേപ്പർ വേണം, നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്കെയില് വേണം, അതുപോലെ തന്നെ കത്രികയും വേണം. പിന്നെ കളർ ചെയ്യാനായിട്ട് സ്കെച്ചോ അല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ ആയാലും മതി. ഞാനാണെങ്കിൽ ഇവിടെ വാട്ടർ കളറാണ് എടുക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങും, അതാണ് ഞാൻ എടുക്കാറുള്ള മെയിൻ റീസൺ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയല്ല ഗൈസ്. ഇത് എൻ്റെ മെമ്മറി ബുക്കാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്. സ്കെയിൽ ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഇതിലൊന്നും വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്ക് നമ്മുടെ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ അടുത്ത് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. എന്തായാലും നമുക്ക് സൈഡിലൊക്കെ പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ച കാര്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പെയിൻറ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാനുള്ള സാധനം എടുത്തിട്ട് വരാം ഗൈസ്. ഇതൊക്കെ തന്നെ നമ്മൾ നല്ല പോലെ തന്നെ കളർ ചെയ്യണം കേട്ടോ. വാട്ടർ കളറായൊന്നും പെട്ടെന്ന് ഇതിലൊക്കെ കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. വാട്ടർ കളർ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ പറയുന്നത് ഉണ്ടോ, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആക്രിലിക്കാണ്. ആക്രിലിക്ക് തന്നെയായിരിക്കും നല്ലത്. ആക്രിലിക്കോ സ്കെച്ചോ എന്തായാലും മതി ഗൈസ്. ഇതൊക്കെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ ഗൈസ്, നിങ്ങൾക്കിപ്പം കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി കേട്ടോ. നമുക്കിത് പച്ചയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാമേ. എൻ്റെ അടുത്ത് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ പച്ചയാണ് കേട്ടോ ഇവിടെ അടിച്ചെടുക്കുന്നത് ഗേൾസ്. അങ്ങനെ ഇതൊക്കെ തന്നെ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇവിടെ ഒരു പോർഷൻസ് പോലെ എന്ന് പറയുന്ന പോലെ അവിടെ ഒരു ബോക്സ് നമുക്ക് വരച്ചിട്ട് നല്ല പോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗേസ്. ഞാനാണെങ്കിൽ ഇതാ ഈ ഒരു പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. വരച്ചാലും മതി, പക്ഷെ എനിക്ക് ഒട്ടിക്കാനാണ് സിമ്പിൾ. ഇതെൻ്റെ ഡയറിയിലുള്ളതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നമുക്കിതൊന്ന് ഒട്ടിക്കാം. കണ്ടില്ലേ ഗേസ്, ഞാനിവിടെയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതുപോലെ തന്നെ അടുത്തൊന്ന് അടുത്തതിനായി ഞാനിവിടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പർപ്പിൾ കളറുള്ള ഒരു പേജാണ് എടുക്കുന്നത്. ഇത് നല്ല കിടിലനാണ്. എൻ്റെ സൈഡിലൊക്കെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ, കാരണം ആ ഒരു ഇമേജിൽ അങ്ങനെയുണ്ട് ഗൈസ്. നമുക്കിതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് ചെയ്യുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ, നമുക്ക് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, ഇത് രണ്ടും അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി സൈഡിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിലും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡിലൊക്കെ തന്നെ. ഇത് ഞാനെടുക്കുന്നൊരു പ്യുവർ യെല്ലോ അല്ല, വേറൊരു യെല്ലോൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ലേ, നമുക്കിനി ഇവിടെ ഗ്രീൻ കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാനിവിടെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെയും കൂടെ ഇതിൻ്റെ പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ കരുതി സാധാരണ നമ്മൾ നേരത്തെ ഇത് ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു കൊടുത്തതുകൊണ്ട് ഇവിടെ ഞാൻ മേഘമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മേഘം കൊണ്ട് കളർ ചെയ്യാം ഗൈസ്. ഇതിലാണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മുടെ യെല്ലോയിൽ കുറച്ച് ഗ്രീൻ മിക്സ് ചെയ്തിട്ടും ഗ്രീനിൽ യെല്ലോ മിക്സ് ചെയ്തിട്ടുമാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പം നമ്മുടെ താഴത്തെ മുകളിലത്തെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ഇതുണ്ട്, നമ്മുടെ താഴത്തെ ഉണങ്ങി കഴിയുമ്പം ഇത്തിരിയും കൂടി ഡാർക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കളർ ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഈ 2 കോട്ട്സ് എഴുതി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ ഗേൾസ്, നമ്മളിവിടെ എങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇവിടെ ഉണ്ടോ മിക്സ് ആയിട്ടാണ് കേട്ടോ കളർ ചെയ്തേക്കുന്നത്. ലാസ്റ്റുള്ള വേർഡ്സൊക്കെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പെയിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. അല്ലാത്തൊക്കെ തന്നെ പെന്ന് കൊണ്ടിട്ടാണ് കേട്ടോ എഴുതിയേക്കുന്നത്. നമുക്കിവിടെ സൈഡിൽ വേണമെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടു ഗൈസ്, ഈ ഒരു ക്യൂട്ട് പിക്ചറാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള. നല്ല രസമില്ലേ, എവിടെ നിന്നോ തപ്പി പിടിച്ച് കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ കാണാൻ.
നമുക്കിനി ഇവിടെ സൈഡ്സിലൊക്കെ കുറച്ച് ഹേർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ട് നമുക്കിത് ജേർണലിങ് അങ്ങോട്ട് ചെയ്യാം. ഗൈസ്, ഞാൻ ഈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ടാണ് കേട്ടോ. നമുക്കിനി ഇവിടെ ഒരു ഫിംഗർ പ്രിൻ്റ് കൊണ്ട് ഹേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഹേർട്ട് കവർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ജേർണലൊക്കെ തന്നെ അത് നല്ല അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്കും കൂടെ കാണാം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ജേർണലിങ്. നിങ്ങളൊന്ന് ആദ്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ 6-10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജേർണലിങ് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത് കേട്ടോ. അതുവരെയൊക്കെ ലവ് യു, ബൈ.